ഹലോ! ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ ടിപ്പാണ്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതായത് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. മുടിയെ സംരക്ഷിക്കുന്നവർക്ക് ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളികേരത്തിനൊക്കെ നല്ല വിലയാണല്ലോ. പക്ഷേ നമുക്ക് നാളികേരപ്പാല് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. മുടിയിലേക്കായാലും മുഖത്തേക്കായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ മീനിലേക്കൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിലേലും കറിയിലേക്കൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി പാല് മാറ്റി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഇച്ചിരി കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ കറ്റാർവാഴയാണ് വേണ്ടത്. അത് അതിൻ്റെ മഞ്ഞൊക്കെ കളഞ്ഞ് സൈഡൊക്കെ ചെത്തിയിട്ട് അത് മൂന്നും കൂടിയിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചിട്ട് നല്ലപോലെ തലയിൽ തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഉലുവ പറ്റുന്നവരാണെങ്കിൽ ഉലുവ ഇട്ടാലും നല്ലതാണ് കേട്ടോ. എനിക്കിവിടെ ഉലുവ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പണി നമ്മളിവിടെ ചെയ്യാറില്ല. എനിക്ക് മൈഗ്രെയിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉലുവ തീരെ തലയിലേക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഉലുവയുടെ പാക്കുകളൊന്നും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നതല്ലാണ്ട് ചെയ്ത് കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ലതാണ്. ഉലുവ മുടിക്കൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ഉലുവയേക്കാളും കൂടുതൽ നല്ലത് നമുക്ക് നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ. അത് നമുക്ക് നെല്ലിക്കയ്ക്കൊക്കെ നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ പഴയ കുറേ ആൾക്കാർ പറയും ഉലുവ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഉലുവയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ അലർജി അങ്ങനത്തെ ആസ്മ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, സൈനറ്റീസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര അധികം ദോഷം ചെയ്യും. പക്ഷേ അവർക്ക് മുടി വളർത്താൻ ആഗ്രഹം ഉണ്ടായാൽ പിന്നെ എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു 15 മിനിറ്റ് നേരം നമ്മുടെ തലയിലേക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള നേരം നമ്മുടെ കൈ നമ്മുടെ തലയിൽ ഉണ്ടായാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നമ്മുടെ തലയിലേക്ക് കൊടുക്കുന്ന മസാജാണ്. വെറുതെ പാക്കുകൾ ഇട്ടിട്ടും സ്പ്രേ അടിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തലയിലേക്ക് ഇതേപോലെ നല്ല രീതിയിലൊരു മസാജ് കൊടുക്കില്ലേ, അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാനൊക്കെ പറ്റിയിരിക്കും. ഇത് ഇവിടേക്കൊക്കെ ഹെയറാണ് കേട്ടോ. കണ്ടോ? ഇവിടേക്കൊക്കെ നല്ല രീതിക്ക് ഹെയർ വന്നിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നല്ല പുതിയ പുതിയ ഹെയറുകളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ നമ്മളിവിടെ പാക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യണുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹെയറിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ പാക്കുകളൊക്കെ ചെയ്ത് നോക്കുക. ഇത് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ബാക്കി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 2 വട്ടമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നാളികേരത്തിനൊക്കെ വില കൂടുതലായതുകൊണ്ട് ഈ ഒരു പാക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണ്ട. പക്ഷെ നല്ലതാണ്. ഇനിയിപ്പോൾ പാലെടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് നാളികേരം ചിരകിയതെടുത്തിട്ട് ആക്കിയാലും മതി കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ കരിഞ്ജീരകം കുതിർത്തിയിട്ട് വേണം അരയ്ക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നമുക്ക് തലയിലേക്ക് കിട്ടില്ല. അപ്പോൾ കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണെന്ന് എല്ലാവർക്കും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴും നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയായാലും തേക്കുന്നുണ്ട്. പല പാക്കുകളും നമ്മൾ കരിഞ്ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചേനെ കൂട്ടിയെടുക്കുക. ഡ്രൈ ആവാതെ മുടീനെ ഡ്രൈ ആക്കാതെ കൊണ്ട് നടക്കുക. എണ്ണ തേച്ചില്ലെങ്കിലും നമുക്ക് മുടീനൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് തലയിലേക്ക് എണ്ണ തേക്കാൻ പറ്റില്ല. ഈ ഇങ്ങനെ തൊട്ടിട്ട് പറ്റണ ഒരു പരിപാടി മാത്രമേ എൻ്റെ തലയിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് മുടിക്ക് വളർത്തി കൊണ്ടുവരാനായാലും തിക്നെസ് ആക്കി കൊണ്ടുവരാനായാലും ഒരു ഡാമേജ് ഇല്ലാണ്ട് കൊണ്ട് നടക്കാനായാലും നമുക്ക് പറ്റും. നമ്മൾ വിചാരിക്കണം നമ്മുടെ മുടിയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് വിചാരിക്കണം. ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവണമെന്നല്ല, ഉള്ളതിനെ നല്ല കട്ടിയിലായാലും നല്ല കറുപ്പ് കളറിലായാലും ഒക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറുപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഏതൊരു പാക്കിലേക്കായാലും കറിവേപ്പിൻ്റെ ഇല മസ്റ്റാണ്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് സ്പ്രേ ആയിട്ടായി ഉപയോഗിക്കുക. അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല വെറുതെ തിളപ്പിച്ചിട്ട് ആ വെള്ളം തലയിലേക്ക് ഒഴിച്ചാലും വളരെ നല്ലത് ഗുണം കിട്ടണമെന്നാണ്. അപ്പോൾ നമ്മുടെ നരേനെയൊക്കെ നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് നല്ല ഹെയറൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കണ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ നേച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴ നമുക്ക് ഒന്നും തലയിലേക്ക് തേക്കാൻ പറ്റില്ലെങ്കിൽ അത് വെറുതെ ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ജെല്ലെടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അതുതന്നെ നല്ല മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കണ ഒന്നാണ്. അതേപോലെ തന്നെ താരനുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളയാനും വളരെയധികം നല്ലതാണ്. പലർക്കും ചെറുനാരങ്ങ നീരൊക്കെ തലയിലേക്ക് തേക്കാനായിട്ട് വളരെ പേടിയാണ്. ചെറുനാരങ്ങ നീര് തേച്ച് കഴിഞ്ഞാൽ ആസിഡല്ലേ മുടി കൊഴിഞ്ഞു പോകുന്നുള്ള ഒരൊറ്റ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പലരും തേക്കാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര്. എന്തും ഓവറായാലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അതിലാക്കിയിട്ട്
തലയിലേക്ക് തേക്കാം. അതുപോലെ തന്നെ തൈരൊക്കെ നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം. തണവ് പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടണ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ തലയിൽ പേനും ഈരൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ. അത് നമ്മൾ എന്തോരം കളഞ്ഞാലും പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ 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 തലയിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അത്ര വലിയ കാണാൻ അത്ര വലിയ രസമുള്ള ഒരു പരിപാടിയൊന്നുമല്ല. അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 ഐറ്റംസ് മാത്രം മതി കേട്ടോ. 3 ഐറ്റംസിൽ ഇത് ഇഞ്ചിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാവരും വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര്. പിന്നെ നമുക്ക് വേണ്ടത് ഷാമ്പു. അത് ഏത് ഷാമ്പു ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാമ്പു എടുക്കുക. അപ്പോൾ നമ്മുടെ തലയിലായാലും കുട്ടികളുടെ തലയിലായാലും നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അവരുടെ തലയിൽ പേനും ഈരൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ നീരിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ ഇത് ചെറുനാരങ്ങ നീര് നമുക്ക് അധികം വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂണൊക്കെ നീരെടുത്താൽ മതി. ഇഞ്ചി നീര് ഇത്തിരി കൂടുതലെടുത്താലും നമ്മുടെ മുടിക്ക് യാതൊരു ദോഷം ചെയ്യില്ല. പിന്നെ മേലാക്കം ഇവരുടെ വരവ് അവിടെ നിൽക്കും. ഇഞ്ചിയുടെ മണം അടിച്ചാൽ മതി പേനും ഈരും ചത്തുപോകാനായിട്ട്. നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ചുവന്നുള്ളിയുടെ നീരും. പക്ഷേ ചുവന്നുള്ളി പലർക്കും പറ്റില്ല, ഭയങ്കര പുകച്ചിലുണ്ടാക്കണ ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ 3 ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ തലയിലത്തെ പേനും ഈരിനൊക്കെ ഓടിച്ച് കളയാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ ഇതുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ആ നാളികേരപ്പാലിൻ്റെ പാക്കും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. കെമിക്കലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ വക കാര്യങ്ങൾ നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. മക്കൾക്കാണല്ലോ ഇപ്പോൾ കൂടുതൽ ആ ഒരു പേനും ഈരൊക്കെ ഉണ്ടാവുക. എൻ്റെയൊക്കെ തലയിലൊക്കെ ഏത് കാലത്ത് പേനും ഈര് വന്നതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇഞ്ചി നീര്. ഒരു ആഴ്ചയിൽ 2 വട്ടമൊക്കെ നമ്മൾ ഇഞ്ചി നീര് തലയിൽ തേച്ച് മക്കളുടെ ആയാലും എൻ്റെ ആയാലും തലയിലത്തെ കളഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ തലയിലുണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് അത് ഓട്ടോമാറ്റിക് വരും. നമ്മുടെ തലയിലേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോകും. അപ്പോൾ ഇവർക്കൊരു സഹവാസം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മൾ വീട്ടിൽ ആരുടെ തലയിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒപ്പം ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്. എന്നാലും ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.